ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വരുന്ന മെയ് മാസം 30 വൈകാശി വിശാഖമാണ്. സാക്ഷാൽ ഭഗവാൻ മുരുകൻ്റെ ജന്മദിനമാണ് വൈകാശി വിശാഖം എന്ന് പറയുന്നത്. അപ്പോൾ 48 ദിവസത്തെ വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നാളെ, അതായത് 2026 ഏപ്രിൽ മാസം 13 തിങ്കളാഴ്ച മുതലാണ് 48 ദിവസത്തെ തുടർച്ചയായ വ്രതം എടുത്ത് തുടങ്ങേണ്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു 48 ദിവസം വ്രതമെടുക്കുന്നവരാണെങ്കിലും വ്രതമെടുക്കാത്തവരാണെങ്കിലും എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതേപോലെ വിഷുക്കണി വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 48 ദിവസത്തെ വ്രതം തുടർച്ചയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. രാവിലെയും വൈകിട്ടും നമ്മൾ കുളിക്കണം. ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളത് അതിന് മുൻപിൽ നമ്മൾ 2 നേരവും നെയ്വിളക്ക് കൊളുത്തി വെക്കണം. ഈ 48 ദിവസവും തുടർച്ചയായി വെറ്റില ദീപം കൊളുത്താം, ഷഡ്കോണ ദീപം കൊളുത്താം, 6 ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മുടെ സമയം, സന്ദർഭം, ഇഷ്ടം ഇതൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വ്രതം മാത്രമായിട്ട് എടുത്താലും മതിയാവും. തുടർച്ചയായ 48 ദിവസം എടുക്കാൻ പറ്റാത്തവർക്ക് 21 ദിവസം, 11 ദിവസം, 6 ദിവസം, അവസാനത്തെ ഒരൊറ്റ ദിവസം, അങ്ങനെയൊക്കെ ഏതൊരു രീതിയിൽ വേണമെങ്കിലും വ്രതം എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ട. നമുക്ക് എങ്ങനെയാണോ എടുക്കാൻ സാധിക്കുന്നത് അതുപോലെ എടുക്കുക. പക്ഷേ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായ 48 ദിവസം ഒരു മണ്ഡലകാലം എഴുതുക എന്നുള്ളതാണ്. മന്ത്രം എഴുതുന്നതിന് മുൻപായിട്ട് 2 രീതിയിൽ നമുക്ക് ഈ മന്ത്രം എഴുതാം. അതായത് എന്തെങ്കിലും ഒരാഗ്രഹ സാധ്യം ആ ഒരു രീതിക്കാണ് മന്ത്രം എഴുതുന്നതെന്നുണ്ടെങ്കിൽ പീരിയഡ്സ്, പുല, വാലായ്മ ഈ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മന്ത്രം എഴുതേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, എനിക്ക് ലൈഫിൽ സന്തോഷം വേണം, സമാധാനം വേണം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് ഞാനിത് 48 ദിവസം എഴുതുകയാണ് എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുല, വാലായ്മ പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട. 48 ദിവസവും തുടർച്ചയായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഇത് എഴുതുമ്പം സാധാരണ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മളിത് ക്ഷേത്രത്തിൽ, മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അബ്രോഡൊക്കെ താമസിക്കുന്നവർ, അതുപോലെ വീടിനടുത്ത് മുരുകക്ഷേത്രം ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എഴുതിയതിന് ശേഷം ആ പേപ്പർ നന്നായിട്ട് ജലത്തിൽ മിക്സ് ചെയ്യുക. ആ പേപ്പർ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം. അങ്ങനെ അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്കത് ഏതെങ്കിലും ചെടിയുടെ തുളസി ചുവട്ടിലോ, ആൽമര ചുവട്ടിലോ, വേപ്പുമര ചുവട്ടിലോ, നെല്ലിമര ചുവട്ടിലോ, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതൊരു ചെടിയുടെ ചുവട്ടിലും ആ മണ്ണൊരൽപ്പം മാറ്റി അങ്ങോട്ട് വെക്കാവുന്നതാണ്. അങ്ങനെയല്ല, നാട്ടിൽ പോകുമ്പം, ഞാൻ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ പോയി സമർപ്പിച്ചേക്കാമെന്ന് ഉറപ്പുള്ളവർക്ക് അതുവരെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എഴുതുന്ന കാര്യം, ഒരു ദിവസത്തിൽ ഏതൊരു സമയത്തും നമുക്കിത് എഴുതാവുന്നതാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിത് എഴുതിക്കൊണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ പൂജാമുറിയിൽ, മിക്കവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പൂജാമുറിയിൽ നമ്മളിത് എഴുതി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് എഴുതുക. 1 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്കൊരു ദിവസത്തിൽ ഈ മന്ത്രം എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേറ്റ ഉടനെ, കുളിച്ച് ഫ്രഷായ ഉടനെ എഴുതുന്നതാണ് നല്ലത്. പിന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും നിങ്ങളിത് എഴുതാനായിട്ട് നിൽക്കരുത്. നോൺ വെജ് കഴിക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത് എഴുതിയതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല.
ഇനി 48 ദിവസം വ്രതമെടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്കും തുടർച്ചയായ ഈ ഒരു 48 ദിവസം ഭഗവാൻ മുരുകന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല ഫലം തരും. അതും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ചെയ്യാൻ പറ്റുമെങ്കിൽ അതും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ 48 ദിവസം കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. കാരണം ഒരു മണ്ഡലകാലം വൈകാശി വിശാഖം വരെ നമ്മൾ ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് മന്ത്രം എഴുതേണ്ടത്? ഏതാണ് മന്ത്രം? ഞാൻ 2-3 ചോയ്സ് ആയിട്ട് തരാം. ഒന്നെങ്കിൽ യെല്ലോ കളറിലെ മഞ്ഞ കളറിലെ A4 ഷീറ്റ് പേപ്പർ വാങ്ങിയിട്ട് അതിലെഴുതുക എന്നുള്ളതാണ്. ഇനി യെല്ലോ കളർ ഇല്ലെങ്കിൽ വെള്ള കളർ പേപ്പർ നന്നായിട്ട് മഞ്ഞൾ തൂത്തിട്ട് അത് ഉണക്കിയെടുത്തിട്ട് ആ പേപ്പറിലാണെങ്കിൽ നമുക്ക് എഴുതാം. ചുമന്ന കളറിലെ മഷി കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം റെഡ് എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തെയും യെല്ലോ എന്ന് പറയുന്നത് ഗുരുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം ഈ 2 കോമ്പിനേഷൻ കൂടി അവിടെ വരുമ്പം നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് പുറകിലുള്ളൊരു തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 2 കളർ എന്ന് പറയുന്നത്. ഇത് കിട്ടാനില്ലാത്തവർക്ക് വെള്ള കളറ് പേപ്പറിൽ നമുക്ക് നീല കളറിലെ മഷി വെച്ച് എഴുതാവുന്നതാണ്. ബുക്കിൽ എഴുതാവോ എന്ന് ചോദിക്കുമ്പോൾ ബുക്കിൽ എഴുതിയാൽ ആ ബുക്കോട് കൂടി നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. പേപ്പറാകുമ്പം ഓരോ പേപ്പറും എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോയി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ ഓരോ പേപ്പറായിട്ട് ചുരുട്ടി നമുക്ക് ഇട്ടാൽ മതി. അതാവും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ് പേപ്പറിൻ്റെ കാര്യത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച എപ്പോഴാണോ നിങ്ങളിത് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം ഭഗവാൻ മുരുകനെ മനസ്സിലോർക്കുക. ഇപ്പോൾ പൂജാമുറിയിൽ രാവിലെ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ഭഗവാന് മുൻപിൽ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനോട് സാധിച്ചു കിട്ടിയതിൻ്റെ ആഗ്രഹം പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് ഈ 48 ഡേയ്സിനുള്ളിൽ സാധിച്ചു തരാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു മന്ത്രം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്തിരുന്ന് നമുക്ക് എഴുതാവുന്നതാണ്. മന്ത്രം ഇതാണ്: ശരഹണ ഭവ രഹണ ഭവശ ഹണ ഭവശര നഭവ ശരഹ ഭവശരഹണ വശര ഹണഭ. ഇത് ഭഗവാന്റെ 6 മുഖങ്ങളെയും കുറിക്കുന്ന ഭഗവാന്റെ ഷടാക്ഷര മന്ത്രമാണിത്. ഏത് രീതിയിൽ കൂടി നമ്മൾ നോക്കിയാലും നമുക്ക് കിട്ടുന്നത് ശരഹണം ഭവ രഹണം ഭവശ ഹണ ഭവശര നഭവശരഹ ഭവശരഹണ വശരഹണഭ. നേരെ നോക്കിയാലും താഴോട്ട് നോക്കിയാലും 2ാമത്തെ അക്ഷരത്തിലും തുടങ്ങിയാലും 3ാമത്തെ അക്ഷരത്തിലും തുടങ്ങിയാലും അതാണ് ഭഗവാന്റെ ഈ ഒരു ഷടാക്ഷരി മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. സോ നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുക. ഇതെഴുതുമ്പം സാക്ഷാൽ മുരുക ഭഗവാനെ, ആ അറുമുഖനായിട്ട് തന്നെ ഭഗവാനെ മനസ്സിൽ കാണണം. ഭഗവാന്റെ ഓരോ മുഖത്തെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇത് എഴുതുക എന്നുള്ളതാണ്. ഇത് എഴുതിയതിന് ശേഷവും നമ്മൾ വീണ്ടും ഭഗവാനോട് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയണം. നമ്മൾ ആദ്യം ഇത് എഴുതുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കും. എഴുതി കഴിഞ്ഞതിന് ശേഷം ഭഗവാനോട് എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് ഭഗവാനെ അങ്ങേക്ക് നന്ദി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾക്ക് നമ്മുടെ ആ മനസ്സിൽ നിന്ന് നമ്മൾ പറയുമ്പം തീർച്ചയായിട്ടും ഭഗവാൻ അത് കേൾക്കുക തന്നെ ചെയ്യും. 48 ദിവസവും ഇത് മുടങ്ങാതെ നമ്മൾ ചെയ്തിരിക്കണം. അതായത് എഴുതുന്നതിന് മുൻപ് സാധിച്ചു കിട്ടണമെന്നും എഴുതിയതിന് ശേഷം സാധിച്ചു തന്നതിന് നന്ദി എന്നും പറയുന്നത് നമ്മൾ മുടക്കരുത്. പിന്നെ ഇടയ്ക്ക് പീരിയഡ്സ് വരുമ്പം ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മുടങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു സംശയം വരും, 48 ദിവസം നമ്മളിത് എഴുതി പൂർത്തിയാക്കണമെന്ന്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. വൈകാശി വിശാഖം വരെ മാത്രം. നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് പീരിയഡ്സ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മുടങ്ങിയാലും വൈകാശി വിശാഖം വരെ മാത്രം നമ്മളിത് എഴുതിയാൽ മതിയാവും. അതല്ലാതെ അതിൽ കൂടുതൽ 48 എന്നുള്ളത് തികയ്ക്കണോ എന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട. വൈകാശി വിശാഖം വരെ മാത്രം ഇത് എഴുതുക എന്നുള്ളതാണ്. ഇനി കുറച്ച് പേർക്ക് എഴുതാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേലും മയിലും സേവലും തുണയിട്ടപ്പോൾ ഒരുപാട് പേരത് സംശയം പറഞ്ഞിരുന്നു. എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് മനസ്സിൽ ഇത് പറഞ്ഞാലും മതിയാവും. പറയുന്നതിനേക്കാട്ടിലും എഴുതുന്നതിനും ഫലം കൂടുതലാണ്. ഇനി ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, താല്പര്യമില്ല എന്നുള്ളവർ ഇതേ രീതി ഫോളോ ചെയ്യുക. അതായത് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എന്ന് പറയുക, 6 മന്ത്രങ്ങൾ ചൊല്ലുക, സാധിച്ചു തന്ന ആഗ്രഹത്തിന് നന്ദി പറയുക.
അത് എല്ലാ ദിവസവും 48 ദിവസം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. വളരെ എളിയ കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും ചിന്തിക്കാത്ത അത്ര രീതിയിൽ ഭഗവാന്റെ കരുണാകടാക്ഷം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് നാളെ മുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഈ വീഡിയോ കാണാൻ ലേറ്റായിപ്പോയി അങ്ങനെയുള്ളവർ നിങ്ങൾ എന്ന് കാണുന്നു അന്ന് മുതൽ ഒരു ദിവസം ഒരു കണക്കാക്കി വൈകാശി വിശാഖം വരെ എഴുതിയാലും മതിയാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.